Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വിമോചന സമരവുമായി ബന്ധപ്പെട്ട് 7 പേരുടെ മരണത്തിനിടയാക്കിയ അങ്കമാലി പോലീസ് വെടിവെപ്പിന്റെ 66ാം വാർഷികമാണ് ജൂൺ 13. അങ്കമാലി ടൗണിൽ നടന്ന വെടിവെപ്പിൽ 15 വയസ്സുള്ള കുട്ടിയടക്കം 7 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ബാലറ്റിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലംപൊത്താനിടയാക്കിയ വിമോചന സമരവുമായി ബന്ധപ്പെട്ടുള്ള അങ്കമാലി വെടിവയ്പ്പിന്റെ നീറുന്ന ഓർമ്മകൾക്ക് 66 വയസ്സ്. വിമോചന സമരത്തിന്റെ ഭാഗമായി 1959 ജൂൺ 13 അങ്കമാലിയിൽ നടന്ന വെടിവെപ്പ് പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടി. അങ്ങനെ അങ്കമാലി വിമോചന സമരത്തിന്റെ കേന്ദ്രമായി മാറി. ജൂൺ 13 രാത്രി 9:30 അങ്കമാലിയിൽ വെടിവയ്പ് നടന്നത്. ലാത്തിചാർജിന് ശേഷം 32 റൗണ്ട് വെടിവെച്ചു. 5 പേർ സംഭവ സ്ഥലത്തും 2 പേർ ആശുപത്രിയിലും മരിച്ചു. 45 പേർക്ക് പരിക്കേറ്റു. ഈ വെടിവെപ്പ് നടന്നത് സമരം ഇങ്ങനെ ജാഥയായിട്ട് വന്നപ്പോഴും അങ്കമാലി ടൗണിൽ വെച്ചാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. ആ സ്ഥലത്ത് തന്നെ വെച്ച് 5 പേര് മരിച്ചതായിട്ടും ബാക്കി 2 പേര് LF ആശുപത്രിയിൽ വെച്ച് മരിച്ചതായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചത്. 7 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. കാലടി മാടശ്ശേരി ദേവസി, കൈപ്പട്ടൂർ കോച്ചാപ്പള്ളി പാപ്പച്ചൻ, കൊറ്റമം കോലഞ്ചേരി പൗലോസ്, മുക്കടപ്പള്ളൻ വറീദ്, കൊഴുക്കട്ട പുതുശ്ശേരി പൗലോ, ചെമ്പിശ്ശേരി വറീദ്, കുരിപ്പറമ്പൻ വറീദ് എന്നിവർ സമരത്തിന്റെ രക്തസാക്ഷികളായി മാറി. ജൂൺ 14 ഞായറാഴ്ച മൃതദേഹങ്ങൾ വൻ ജനക്കൂട്ടത്തിന്റെ അകമ്പടിയോടെ അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. അന്നത്തെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാറേക്കാട്ടിൽ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 57 വിമോചന സമരത്തിലെ 7 പേരെയും വെടിയേറ്റ് മരിച്ച 7 പേരെയും അങ്കമാലി ബസിലിക്ക പള്ളിയിലെ ഫൊറോന പള്ളിയിലാണ് അടക്കിയിരിക്കുന്നത്. അതിന് 66ാമത്തെ വർഷം ജൂൺ 13 വരികയാണ്. അപ്പോൾ ഇവിടെ കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ അങ്കമാലി പള്ളിയിലുണ്ട്. വിമോചന സമരത്തിന്റെ ആ 7 പേരെയും ഈ അങ്കമാലി കല്ലറയിൽ തന്നെ അടക്കിയിരിക്കുന്നത്. കേരളത്തിലെ ജനവികാരം വലിയ തോതിൽ സർക്കാരിനെതിരെയാകാൻ ഈ സംഭവം കാരണമായി. വിമോചന സമരം ശക്തിയാർജിച്ചു. അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരുണ്ടെങ്കിൽ ആ കല്ലറയാണേ കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും. കേരള സംസ്ഥാനം മുഴുവൻ രോഷാകുലമായ ഇത്തരം മുദ്രാവാക്യങ്ങൾ അലയടിച്ചു. അങ്കമാലി സെന്റ് ജോർജ് ഫൊറോന പള്ളിയും സെമിത്തേരിയും ചുരുങ്ങിയ കാലം കൊണ്ട് വിമോചന സമര പ്രവർത്തകരുടെ തീർത്ഥാടന കേന്ദ്രം തന്നെയായി മാറി. അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരുണ്ടെങ്കിൽ എന്ന മുദ്രാവാക്യം വിമോചന സമരത്തെ കുറിക്കുന്ന പ്രധാന വാക്കുകളിലൊന്നായി മാറി. ഈ വെടിവയ്പ്പിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വെടിവയ്പുണ്ടായി. നിരവധി പേർ വീണ്ടും കൊല്ലപ്പെട്ടു. സർക്കാർ നൽകിയ 3000 രൂപയുടെ ധനസഹായം ആ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ വേണ്ടെന്ന് വെച്ചു. വിമോചന സമരം വിജയിച്ചതിൽ വലിയ പങ്ക് അങ്കമാലിയിലെ രക്തസാക്ഷികൾക്കുണ്ട്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ജീവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി അങ്കമാലി.